മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 56 സങ്കീർത്തനം 8 തിരുവചനം. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. സങ്കീർത്തകനായ ദാവീദ് നമ്മോടുള്ള കർത്താവിൻ്റെ കരുതൽ വെളിപ്പെടുത്തുകയാണ്. ദൈവസന്നിധി നമ്മൾ ഒഴുക്കുന്ന ഒരു കണ്ണുനീർ തുള്ളി പോലും പാഴായി പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുന്നില്ല. ഇതെന്തുമാത്രം നമുക്ക് പ്രത്യാശ തരുന്ന വചനമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും, നമ്മെ വിഷമിപ്പിക്കുന്ന 100 പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില വ്യഗ്രതകൾ, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ജോലിയിലുള്ള പ്രശ്നങ്ങൾ, ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ എന്ന് വേണ്ട അനവധി പ്രശ്നങ്ങൾ നമ്മളെ ഒരുപാട് ഭാരപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി ഹൃദയമുറപ്പിക്കുക. യേശു ക്രിസ്തു സകലത്തിനും മതിയായ ദൈവമാണ്. ഈ സമയം സ്വർഗം വിട്ടിറങ്ങി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ കടന്നു വരുന്ന സമയം. നമ്മുടെ ജീവിതങ്ങളെ ദൈവശക്തിയാൽ നിറയ്ക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ ദൈവാനുഗ്രഹത്തിന്റെ കുടുംബങ്ങളാക്കി മാറ്റുവാൻ, നമ്മുടെ നിയോഗങ്ങളിൽ ദൈവ സാന്നിധ്യം പകരുവാൻ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന സമയമാണ്. നമ്മളായിരിക്കുന്നിടത്ത് ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ വീടുകളിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സഭാ സമൂഹത്തിലാണെങ്കിലും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മധ്യയുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇത് അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണ്. നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന കൃപയുടെ നിമിഷങ്ങൾ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അലച്ചിലുകളിൽ, ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. കരങ്ങളടിച്ച് ആത്മാവിന്റെ പുതു അഭിഷേകം നമ്മൾ നിറയാൻ വേണ്ടി പാടി പ്രാർത്ഥിക്കുകയാണ്. പൈശാചിക കെട്ടുകള്, സാത്താന്യ പോരാട്ടങ്ങള്, തിന്മയുടെ മുഖങ്ങള് പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുന്ന സമയം. യേശുവിന്റെ സമാധാനം, യേശു നൽകുന്ന സൗഖ്യം, യേശു നൽകുന്ന നിത്യരക്ഷ, യേശു നൽകുന്ന അനുഗ്രഹം
നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരപ്പെടുകയാണ്. സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. പാവന റൂഹായേ, ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. അടഞ്ഞുപോയ വാതിലുകളെ പരിശുദ്ധാത്മാവേ തുറക്കണമേ. അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടൻ ഒരുക്കും കെണികൾ തകർക്കാൻ. എല്ലാ പൈശാചിക കെട്ടുകളെ പരിശുദ്ധാത്മാവേ അഴിച്ചു മാറ്റണമേ ശക്തിയോടെ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പെയ്തിറങ്ങുന്ന പരിശുദ്ധാത്മാവേ എല്ലാ പൈശാചിക സ്വാധീനങ്ങളെ നിർവീര്യമാക്കണമേ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ അത്ഭുത ശക്തിയായി വ്യാപരിക്കണമേ. എല്ലാ പൈശാചിക അടിസ്ഥാനങ്ങളും തകർക്കണമേ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. കാറ്റായി മഴയായി തീയായി റൂഹ ഹല്ലേലൂയ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. റൂഹ പെയ്യട്ടെ, 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 റൂഹ പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ മഴ പോലെ പെയ്തിറങ്ങണമേ. ദൈവത്തിന്റെ കാറ്റായി ആഞ്ഞു വീശണമേ. പൈശാചികാധിപത്യങ്ങളെ, നാരകീയ പോരാട്ടങ്ങളെ, ഇരുട്ടിന്റെ ശക്തികളെ തകർത്തു കളയണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കേ. ദൈവശക്തിയാൽ, ദൈവ സാന്നിധ്യത്താൽ നമ്മൾ നിറയപ്പെടുന്ന സമയം പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാര കോട്ടകളെ, നാരകീയ ബന്ധനങ്ങളെ, സാത്താൻ അടിസ്ഥാനങ്ങളെ തകർത്തു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ വേദനകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ അലച്ചിലുകളെ അനുഗ്രഹങ്ങളാക്കണമേ. ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെ കൃപയാക്കി മാറ്റണമേ. ഞങ്ങളുടെ അസാധ്യതകളെ സാധ്യതകളാക്കണമേ. ഞങ്ങളുടെ മുൻപിലുള്ള പർവ്വതങ്ങളെ സമതലങ്ങളാക്കണമേ. പരിശുദ്ധാത്മാവേ പിച്ചള വാതിലുകളെ ഞങ്ങൾക്കായി തകർക്കണമേ. ഇരുമ്പോടാമ്പലുകളെ ഞങ്ങൾക്ക് വേണ്ടി ഒടിച്ചു കളയണമേ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. ഈ ശുശ്രൂഷയിലുടനീളം പരിശുദ്ധാത്മാവേ അങ്ങ് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകണമേ. പരിശുദ്ധാത്മാവേ ദൈവവചനത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങൾക്കായി സംസാരിക്കണമേ. പരിശുദ്ധമ്മേ ഞങ്ങളെല്ലാവരും ആത്മശക്തിയിൽ നിറയപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. സാധിക്കുന്ന എല്ലാവരും ഈ സമയം വിശുദ്ധ ബൈബിൾ നിങ്ങൾ കൈകളിൽ എടുക്കുക. ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും നിങ്ങൾ അടയാളപ്പെടുത്തണം. കഴിഞ്ഞ 3 ആഴ്ചകളിലായി കണ്ണുനീരിലൂടെ വന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവസന്നിധിയിൽ നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീരിലൂടെ കർത്താവ് പ്രദാനം ചെയ്യുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നമ്മൾ നിലവിളിക്കുന്ന ഓരോ കണ്ണുനീരും നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നു. ഈ ശുശ്രൂഷകളിൽ ആവർത്തിച്ച് നമ്മൾ കേട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ കണ്ണുനീര് മറികടന്നു പോകാൻ യേശുവിന് സാധിക്കുകയില്ല. നമ്മുടെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. എൻ്റെ 25 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വളരെയധികം എന്നെ സ്വാധീനിച്ച
ഒരു കാര്യമാണത്. വളരെ കഷ്ടപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും അവഗണനകളുടെയും അപവാദങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകാൻ കർത്താവ് എന്നെ അനുവദിച്ചിട്ടുണ്ട്. എത്രയോ രാത്രികളിലെ ആരും കാണാതെ പൊട്ടി കരഞ്ഞ എത്രയെത്ര നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ദൈവസാന്നിധ്യം പോലും അനുഭവിക്കാൻ കഴിയാത്ത ഒരുപാട് നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം കർത്താവ് കരം പിടിച്ച് നയിക്കുകയായിരുന്നു, ഇവിടം വരെ എത്തിച്ചു. ഇന്ന് ഈ വചനവേദിയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുകയാണ്. കർത്താവ് നടത്തിയ വഴികൾ, കർത്താവ് പരിപാലിച്ച നിമിഷങ്ങൾ, കർത്താവ് നൽകിയ നന്മകൾ അതെത്രയോ എത്രയോ വലുതാണ്. ഇതെൻ്റെ മാത്രം അനുഭവമല്ല, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകമായിരങ്ങൾക്ക് ഇതേ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനുണ്ട്. കണ്ണുനീരിലൂടെ വന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഈ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. കണ്ണുനീരിലൂടെ വന്ന അനുഗ്രഹങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാം തിരുവചനം. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഇന്ന് ഈ ചോദ്യം നമ്മോടാണ് കർത്താവ് ചോദിക്കുന്നത്. നീ എന്തിനാണ് കരയുന്നത്? പലവിധ വിഷയങ്ങളെ ഓർത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കഴിയുന്ന ആയിരങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ സമൂഹങ്ങളിലുമുണ്ട്. കർത്താവ് ചോദിക്കുക, നീ എന്തിനാണ് കരയുന്നത്? നിന്റെ കരച്ചിൽ എന്തിനു വേണ്ടിയാണ്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? മറിയത്തോട് ചോദിച്ച ഈ ചോദ്യം ഇന്ന് വളരെ പ്രസക്തമാണ്. നമ്മുടെ കണ്ണുനീര് കർത്താവ് ശ്രദ്ധിക്കുന്നു. പലപ്പോഴും പലരും ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ വേദന മനസ്സിലാക്കാൻ ആരുമില്ല, എൻ്റെ ദുഃഖം തിരിച്ചറിയാൻ ആരും തന്നെയില്ല, ഞാൻ ഒരുപാട് കഷ്ടതയിലാണ്, എൻ്റെ കണ്ണുനീര് ആരും മനസ്സിലാക്കുന്നില്ല. എന്നാൽ ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്, നമ്മുടെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. നീ എന്തിനാണ് കരയുന്നത്? കണ്ണുനീരിലൂടെ വന്ന അനുഗ്രഹങ്ങളിൽ 7-ാമത്തെ അനുഗ്രഹം തലമുറകൾക്കുള്ള അനുഗ്രഹമാണ്. നമ്മുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ ഒരു സ്ത്രീ, അവളുടെ പേര് ഹന്ന എന്നാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു തിരുവാക്യമാണിത്. തൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലെ ഹന്ന ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, എൻ്റെ സഹോദര സഹോദരി, ദൈവസന്നിധിയിൽ നീ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് എത്ര നാളുകളായി? ഹന്നയുടെ പ്രാർത്ഥന സ്വർഗത്തിൽ തുളച്ചു കയറുകയാണ്. കർത്താവ് അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുക. വർഷങ്ങളായി അവൾ കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുകയാണ്. അവൾ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്കൊരു പുത്രനെ തന്നാൽ അവൻ ജീവിതകാലം മുഴുവൻ അങ്ങേക്കുള്ളവനായിരിക്കും. അവളുടെ കണ്ണുനീര് കർത്താവ് ദർശിച്ചു. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. വളരെ അനുഗ്രഹീതനായ ഒരു പൈതലിനെ കർത്താവ് അവൾക്ക് പ്രദാനം ചെയ്തു. അന്നത്തെ മഹാപുരോഹിതനായ ഏലിയോട് ഹന്ന പറയുന്നുണ്ട്, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത്, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. എത്ര അത്ഭുതകരമായ സാക്ഷ്യമാണിത്! എന്തെങ്കിലും പറഞ്ഞു പോവല്ല, അവളുടെ നിലവിളിക്ക് സ്വർഗം നൽകിയ മറുപടി. കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ ആത്മാവിൽ പറയട്ടെ, ആരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം നൊന്ത് കരയുന്നുണ്ടോ, ആ പ്രാർത്ഥനയൊന്നും പാഴായി പോകാൻ കർത്താവ് അനുവദിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ വിഷയങ്ങളിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും.
സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായ ഒരു പ്രവാചകനെ കിട്ടി. വീണ്ടും സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 2-ാം അധ്യായം 21-ാം വചനത്തിലോട്ട് വരിക. കർത്താവ് ഹന്നയെ കടാക്ഷിച്ചു, അനുഗ്രഹിച്ചു. അവൾക്ക് 3 പുത്രന്മാരും 2 പുത്രിമാരും ഉണ്ടായി. ബാലനായ സാമുവേൽ ആകട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വളർന്നു വന്നു. തലമുറകളെ നൽകി കർത്താവ് ഹന്ന എൽക്കാന ദമ്പതികളെ അനുഗ്രഹിക്കുകയാണ്. സാമുവേൽ പ്രവാചകനിലൂടെ ദൈവം തൻ്റെ സഭയെ പടുത്തുയർത്തുന്നതായി പിന്നീട് കാണാൻ പറ്റും. ഈ അനുഗ്രഹത്തിൻ്റെ കാരണം എന്തായിരുന്നു? ഹന്നയുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയാണ്. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇതുപോലെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധി നിലവിളിക്കുവാൻ ആളുകളുണ്ടാകണം. ഇന്ന് പല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ പുറകിൽ കണ്ണുനീരിൻ്റെ പച്ചയായ അനുഭവങ്ങളുണ്ട്. എത്ര മാതാപിതാക്കളാണ് മുട്ടുമടക്കി കൈവിരിച്ച് ചങ്കുപൊട്ടി, കർത്താവേ ഞങ്ങളെ തലമുറകൾ അനുഗ്രഹിക്കണമേ, കർത്താവേ ഞങ്ങളെ തലമുറകളിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ഞങ്ങളുടെ മക്കൾ ഈ ലോകത്തിൻ്റെ കറയും കളങ്ങും ഏൽക്കാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപ നൽകണമേ എന്ന് പറഞ്ഞ് വില കൊടുത്ത് ചങ്കുപൊട്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ച അനേക മാതാപിതാക്കള്, ആ കുടുംബങ്ങളൊന്നും നശിച്ചു പോകാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല, അനുവദിക്കുകയുമില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനം എന്താണ്? 128-ാം സങ്കീർത്തനം 3-ാമത്തെ തിരുവചനം, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും അത്തിമരം പോലെ, അല്ലെങ്കിൽ കരുവേലകം പോലെ, അല്ലെങ്കിൽ ദേവദാരു പോലെ എന്നല്ല തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒലിവ് മരം പോലെ, ഒലിവ് തൈകൾ പോലെ. എന്താണ് ഒലിവിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, ജലപ്രളയത്തിന് ശേഷം നോഹ ആ പെട്ടകം തുറന്ന് പ്രാവിനെ വിട്ടു. പ്രാവ് കുത്തിക്കൊണ്ടുവന്ന ഒലിവിലയാണ്. ആ ജലപ്രളയത്തിൽ എല്ലാ വിഷലാദികളും നശിച്ചു പോയപ്പോഴും ഒലിവ് മരം മാത്രം നശിച്ചു പോയില്ല. ഇതൊരു പ്രവചന ദൂതാണ്. ഇത് കർത്താവിൻ്റെ ആലോചനയാണ്. പരിശുദ്ധാത്മാവ് എന്താ ഈ വചനത്തോട് നമ്മോട് സംസാരിക്കുന്നത്? ഈ ലോകത്തിൻ്റെ കളങ്കവും കറയും ഏൽക്കാതെ അനേകർ പാപത്തിൽ നശിച്ചു പോകുമ്പോഴും നിന്റെ മക്കള്, നിന്റെ തലമുറ വിശുദ്ധിയോടെ, കൃപയോടെ, ആത്മനിറവോടെ വളരുമെന്ന് കർത്താവ് വാഗ്ദാനം തരികയാണ്. മക്കളെ ഓർത്ത് വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന, അവരെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഇതിനകത്തിരിപ്പുണ്ടോ? ഇത് നിങ്ങൾക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കാനുള്ള സമർപ്പണം നിങ്ങൾക്കുണ്ടോ? തലമുറ അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധയായ മോനിക്ക എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? അവൾ കേട്ടു, കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ചു പോവില്ല. അമ്മയുടെ കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥന സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായ ഒരു വിശുദ്ധന് ലഭിച്ചു. അതാണ് അഗസ്തീനോസ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു. 8-ാമത്തെ വലിയൊരു അനുഗ്രഹമാണ്. സഭ സംരക്ഷിക്കപ്പെടുന്നു. കണ്ണുനീരിലൂടെ വരുന്ന വലിയൊരു അനുഗ്രഹമാണത്. എസ്തേറിൻ്റെ പുസ്തകം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഞാൻ പല ആവർത്തി എസ്തേറിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. സഭയോടുള്ള നമ്മുടെ കൺസേൺ ഈ നാളുകളിൽ വർദ്ധിക്കണം. ഇന്ന് സഭ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ സഭയെ ശക്തിപ്പെടുത്തണം. പ്രാർത്ഥന കൊണ്ട് നമ്മൾ സഭയെ പൊതിയണം. വചനം പറയുന്നുണ്ട്, അവിടെ ഹാമാൻ രാജാവായ അഹസ്വേരോസിനെ സ്വാധീനിച്ചുകൊണ്ട് ഒരു നിയമം പുറപ്പെടുവിക്കുകയാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള യഹൂദരെ നശിപ്പിച്ചു കളയുക. അതിനൊരു കാലാവധി വെച്ചു. ആദാർ മാസം 13-ാം തീയതി. ഭയം കൊണ്ട് അനേക യഹൂദരെ നിലവിളിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവർ കൊന്നുകളയും. ഇതാണ് രാജകൽപ്പന. ഈ വിവരം അറിഞ്ഞപ്പോൾ മൊർദെഖായി ദൈവജനത്തിനു വേണ്ടി, സഭയ്ക്കു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലെ വാവിട്ട് നിലവിളിച്ചു. അവൻ വസ്ത്രം കീറി, ശിരസിൽ അവൻ പൂഴി വാരി വിതറി ഉറക്കെ നിലവിളിച്ചുവെന്ന് ദൈവത്തിന് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തി. അവൻ നിലവിളിച്ചത് അവന് വേണ്ടിയായിരുന്നില്ല, സഭയ്ക്കു വേണ്ടിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഈ നാളുകളിൽ ഉയർന്നാൽ സഭയ്ക്ക് നേരെ പിശാച് കൊണ്ടുവരുന്ന പോരാട്ടങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കും. കർത്താവിൻ്റെ വാഗ്ദാനം,
നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. കാലത്തിൻ്റെ അവസാനം വരെ തൻ്റെ സഭയുള്ള ബന്ധത്തിൽ ഈ വാഗ്ദാനം പുലർത്തുവാൻ കർത്താവ് സർവശക്തനാണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ അവിടുത്തെ കൃപയോടെ നമ്മൾ സഹകരിക്കണം, സഭയെ ശക്തിപ്പെടുത്തണം. എസ്തറിന്റെ പുസ്തകത്തിൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റും, ജനം മുഴുവൻ ഉറക്കെ നിലവിളിച്ച് കർത്താവിൻ്റെ മുൻപിലെ രാജ്ഞിയായ എസ്തേർ അവളുടെ ആ രാജ്ഞി വസ്ത്രമൊക്കെ മാറ്റിവെച്ച് അവൾ ചാക്കെടുത്ത് ചാരം പൂശി. അവൾ വലിയ വിലാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലെ ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആ കണ്ണുനീര് കർത്താവ് കണ്ടു. ആരെല്ലാം സഭയെ സ്നേഹിച്ചു പ്രാർത്ഥിക്കുന്നുവോ, ആരെല്ലാം സഭയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവോ, അവരുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പവർ ഉണ്ടെന്ന് എസ്തേറിന്റെ പുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ പുസ്തകത്തിന് അവസാന ഭാഗത്തേക്ക് വരണം. അത്ഭുതകരമായ ദൈവിക ഇടപെടലാണ് അവിടെ കാണാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, നിയമം മാറ്റിയെഴുതി. ദൈവജനത്തിനെതിരെ വന്ന വിധികൾ പരിശുദ്ധാത്മാവ് പൊളിച്ചെഴുതുകയാണ്. ദൈവജനം മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഏത് പ്രതിസന്ധിയും പരിഹരിക്കാൻ പരിശുദ്ധാത്മാവ് കടന്നു വരും. സഭയ്ക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇല്ല എന്നാണ് എസ്തേറിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആദാർ മാസം 13-ാം തീയതി യഹൂദരെ കൊന്നെടുക്കാമെന്ന് അവരുടെ ശത്രുക്കൾ ആഗ്രഹിച്ച അതേ ദിവസം തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുവാനുള്ള ദിനമാക്കി ദൈവം യഹൂദരെ ഉയർത്തുകയാണ്. തങ്ങളുടെ ശത്രുക്കളുടെ മേൽ അത്ഭുതകരമായ വിജയം നൽകി തൻ്റെ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ചരിത്രത്തിൽ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം പ്രവർത്തിച്ച അത്ഭുതമാണ് നമ്മൾ കേട്ടത്. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ ഈ നാളുകളിലും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ ഇതുപോലുള്ള എസ്തേർമാരുണ്ടാകണം, മൊർദെഖായിമാരുണ്ടാകണം. സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭ സംരക്ഷിക്കപ്പെടും. ഇതുമാത്രമല്ല, അനുഗ്രഹമാണ്. ആ കണ്ണുനീരിലൂടെ ദൈവജനത്തെ കർത്താവ് സംരക്ഷിക്കുകയാണ്. 9ാമത്തെ അനുഗ്രഹം, കർത്താവിനെ കാണുവാൻ, കർത്താവിനെ അനുഭവിക്കുവാനുള്ള അവസരമുണ്ടാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11-ാമത്തെ വാക്യം. മറിയം കർത്താവിൻ്റെ കല്ലറയ്ക്ക് വെളിയിൽ കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടെ അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടെ ആ കല്ലറയ്ക്ക് വെളിയിൽ മറിയം കരഞ്ഞുകൊണ്ട് നിന്നു. 15-ാം വചനത്തിൽ നമ്മൾ കണ്ടതാണ്. കർത്താവ് അവൾ അരികിൽ വന്ന് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് മറിയം പറഞ്ഞു, പ്രഭു, അങ്ങ് അവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. മറിയത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ അവൾ കരഞ്ഞത് സ്നേഹത്തിൻ്റെ കണ്ണീരാണ്. കർത്താവിനോടുള്ള തന്നെ സ്നേഹം അങ്ങ് അവൾ എക്സ്പ്രസ് ചെയ്യാണ്. അവൾ പൊട്ടി കരഞ്ഞു. 16-ാം വചനത്തിൽ പറയാണ്, യേശു അവളെ നോക്കി വിളിച്ചു, മറിയം, മറിയം. ആ സ്വരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായത് തോട്ടക്കാരനല്ല, ഇത് താൻ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയ കർത്താവാണ്. അവൾ പറഞ്ഞു, റബ്ബോനി, ഗുരുവേ. അവൾ ഓടിച്ചെന്ന് കർത്താവിന് വട്ടമിട്ട് പിടിക്കുകയാണ്. അവളുടെ സ്നേഹം അവൾ എക്സ്പ്രസ് ചെയ്യാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്നെ മറിയത്തിന് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്ക് യേശു തന്നെ വെളിപ്പെടുത്തുന്നു. എൻ്റെ സഹോദര സഹോദരി, കർത്താവിനെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? കർത്താവിനെ അനുഭവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം ആവോളം നുകരുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ കണ്ണുനീരോടെ നിലവിളിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങി വരും. നിന്റെ അവശതകളിൽ, നിന്റെ ദുഃഖങ്ങളിൽ, നിന്റെ സങ്കടങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ ബലപ്പെടുത്തും. മറിയത്തിന് ലഭിച്ച വലിയ അനുഗ്രഹം. ഉദ്ധാനം ചെയ്ത് കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ പാവപ്പെട്ട സ്ത്രീക്കാണ്. എന്താ കാരണം?
അവൾ അത്രമാത്രം കർത്താവിനെ സ്നേഹിച്ചു. ആ സ്നേഹത്തിനടയാളമായി അവൾ കണ്ണുനീർ തൂകി ആ കല്ലറയ്ക്ക് വെളിയിൽ കർത്താവിനെ കാണാൻ വേണ്ടി കാത്തിരുന്നു. കണ്ണുനീരിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹമാണിത്. നമ്മൾ 9 അനുഗ്രഹങ്ങളെ കുറിച്ച് ധ്യാനിച്ചു. ഇനിയും എന്തുമാത്രം അനുഗ്രഹങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ ഇന്ന് ഇവിടെ തീരുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയനുറുക്കത്തോടെ നമ്മൾ നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേൾക്കാതെ പോകാൻ ഒരിക്കലും കർത്താവിന് സാധിക്കുകയില്ല. കർത്താവിൻ്റെ മുൻപിൽ ഉറക്കെ നിലവിളിക്കുവാൻ നീ നാണിക്കരുത്. അതൊരു കുറവായി നീ കാണരുത്. അത് ശക്തിയുടെയും അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും അടയാളമാണെന്ന് മനസ്സിലാക്കി നിന്റെ ഹൃദയത്തൊരു ജലധാര പോലെ അങ്ങ് ഒഴുക്ക്. നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകട്ടെ. ഇന്ന് അനേകർ അനുഗ്രഹം പ്രാപിക്കാത്തതിന് കാരണം, ഇന്ന് അനേകർ ആത്മശക്തിയിൽ നിറയപ്പെടാത്തതിന് കാരണം, നമുക്കിന്ന് കരയുവാൻ നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീരിൽ അത് വറ്റിപ്പോയി. നമ്മളൊരു ആത്മീയ മരവിപ്പിലേക്കും ഒരു ആത്മീയ മന്ദതയിലേക്കും വന്നു. ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയ ശുഷ്കതയ്ക്കുള്ള കാരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ പൊട്ടിക്കരയുവാൻ, നിലവിളിക്കുവാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതങ്ങൾ കൃപ നിറഞ്ഞ ജീവിതങ്ങളായിട്ട് മാറും. കർത്താവ് നൽകിയ ഈ സന്ദേശം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. പരമപരിശുദ്ധനായ കർത്താവേ, പരിശുദ്ധ കുർബാനയായി ഞങ്ങൾ അനുഗ്രഹിക്കുവാൻ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു. കണ്ണുനീരിലൂടെ വന്ന അനുഗ്രഹങ്ങളുടെ അവസാന ഭാഗം. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ തലമുറകളിലുള്ള പൈശാചിക സ്വാധീനങ്ങൾ മാറിപ്പോകാൻ, തലമുറകളിലുള്ള പാപശക്തികൾ തകർക്കപ്പെടാൻ, നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ, വിശുദ്ധിയിൽ വളരാൻ, കൃപയിൽ ജ്വലിക്കുവാൻ എല്ലാ മാതാപിതാക്കളും നിലവിളിച്ചു പ്രാർത്ഥിക്കട്ടെ. നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭ സംരക്ഷിക്കപ്പെടുവാൻ, സഭയെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനകള് സഭയ്ക്ക് വലിയ ശക്തിയായി മാറട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ സഭയെ പൊതിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവിനെ കാണുവാൻ, കർത്താവിനെ അനുഭവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ സ്വരമുയർത്തി യേശുനാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയെ സംരക്ഷിക്കണമേ കർത്താവേ, സഭയെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്നെ കാണുവാൻ, നിന്നെ അനുഭവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവേ, അങ്ങ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കായി, നന്മകൾക്കായി, സൗഖ്യത്തിനായി, വിമോചനത്തിനായി നന്ദി, നന്ദി, നന്ദി. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ.